ഉറുമ്പിനുള്ള ബുദ്ധി പോലും നിനക്കില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഉറുമ്പ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? ചില സമയത്ത് കുറേ തീറ്റ വരും. ഒരു കല്യാണം നടക്കുക, ബിരിയാണി കുറേ ബാക്കി വന്ന് കുറേ താഴെ വീണു. ആ സമയത്ത് ഉറുമ്പ് പട്ടാളമായിട്ട് വന്നിട്ട് അത് മുഴുവൻ എന്തു ചെയ്യും? കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. അരി പോലെയുള്ള, ഗോതമ്പ് പോലെ, ചോളം പോലെ ഇതുപോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ഉറുമ്പിൻ്റെ അടിയിലോട്ട് പോയാൽ കിലോമീറ്ററുകൾ ഇതിൻ്റെ വീടുകളുടെ വിന്യാസം ഉണ്ടായിരിക്കും. അവിടെ കുറേയധികം അറകളുണ്ട്. ചേംബറുകൾക്കകത്ത് ഈ തീറ്റ മുഴുവൻ കൊണ്ടുപോയി ശേഖരിച്ചു വയ്ക്കും. മഴക്കാലമാണ്, കല്യാണ സീസൺ പോയി, ഒന്നും കിട്ടാനില്ല. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? സ്റ്റോർ ഹൗസിൽ നിന്നെടുത്ത് ഇന്ന് വരെ ലോകചരിത്രത്തിൽ ഒരു ഉറുമ്പ് പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. ഉറുമ്പിൻ്റെ കുലത്തിൽ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഉറുമ്പിൻ്റെ സാമ്രാജ്യത്തിൽ എന്തില്ല? ക്ഷാമമില്ല, റിസഷൻ ഇല്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ പോയി ട്യൂഷൻ പഠിക്കാൻ തലച്ചോറുണ്ടോയെന്ന് പോലും സംശയം. കാരണം കടുകുമണിയുടെ അത്രയും പോലും എൻ്റെ തലയില്ല. പക്ഷെ നമ്മേക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ടോ ഈ ഉറുമ്പിന്? അതിനേക്കാൾ എത്ര വലിയ തലച്ചോറും വെച്ചുകൊണ്ടോ നമ്മൾ നടക്കുന്നത്. പക്ഷെ ആ ജ്ഞാനം പോലും ഇല്ല. കിട്ടുന്നത് മുഴുവൻ അതത് മാസം തീർക്കുകയാണെങ്കിൽ